പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനം തുടങ്ങുകയാണ്. നിങ്ങൾ ഈ ഉടമ്പടി ധ്യാനം ഇപ്പോൾ കൂടിയാലും ശരി, ഓൺലൈനിൽ ഇത് രണ്ടാമത് കൂടണം. കാര്യം ഓൺലൈനിൽ കൂടുന്നതും ഇതും നമുക്ക് ഉടമ്പടി ബാധ്യതയെന്ന് പറയണത്, ഉടമ്പടി നമ്മൾ എടുത്ത ബാധ്യത ഓൺലൈനിൽ കൂടാനാണ് എടുത്തിരിക്കുന്നത്. അത് ഓൺലൈനിൽ കൂടുക മാത്രമല്ല, അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോഴാണ് ആ ഉദ്യമം പൂർത്തിയാകണത്. കുറച്ച് ഏറെ കൂടുതൽ പ്രയാസങ്ങളിരിക്കുന്നവർ ആണ് ഇവിടെ വന്ന് ധ്യാനം കൂടുന്നത്. അതിൽ സന്തോഷമേ ഉള്ളൂ, കുഴപ്പമില്ല. കർത്താവ് അങ്ങനെ ഒത്തിരി പേര് അനുഗ്രഹിക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ബാധ്യത എന്ന് പറയുന്നത് ഓൺലൈനിൽ ധ്യാനം ചൊവ്വാഴ്ച അപ്പ് ചെയ്യുമ്പോൾ കൂടുന്നതാണ്. അതാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെ ഇത് മാത്രമല്ല, സാക്ഷ്യവും ഷെയർ ചെയ്യണം. സാക്ഷ്യവും ഷെയർ ചെയ്യണം. ചിലരൊക്കെ നിങ്ങളിലൂടെ ദൈവത്തെ അറിയണത് സാക്ഷ്യം വഴിയായിരിക്കും. സാക്ഷ്യം ദൈവികമായ ദൈവത്തിൻ്റെ സ്വന്തം ഇടപെടലായത് കാരണം ആ സാക്ഷ്യം ഒരു പ്രാവശ്യം കേട്ടാലും മതി, അപ്പോൾ തന്നെ ആൾക്കാർക്ക് അഭിഷേകം ഉണ്ടാകും. അതുകൊണ്ട് സാക്ഷ്യം ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങളാണ്. ഉടമ്പടി ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം കർക്കശ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒപ്പിച്ച് ആ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ആൻസറബിൾ ആകണത്, പ്രെയർ ആൻസറബിൾ ആകണത് പലപ്പോഴും നമ്മളതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജി ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട്, കാര്യം ഉടമ്പടിയിൽ ചൊല്ലുന്ന ഏർപ്പാടൊക്കെ 30-40% ഉള്ളൂ. ബാക്കി 60% ചെയ്യുന്ന സുവിശേഷ വേലകളാണ്. ചെയ്യുന്ന സുവിശേഷ വേല. ഈ ദിവസങ്ങളിൽ വന്ന ഒരു സാക്ഷ്യമാണ് അനിലിൻ്റെ സാക്ഷ്യം. അപ്പോൾ അതൊക്കെ മനസ്സിൽ കേൾക്കുക, ആ പേര് കേൾക്കുമ്പോൾ അറിയാം ഇത് നോൺ ക്രിസ്ത്യൻ ആണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അനിലിൻ്റെ സാക്ഷ്യം എന്താണ്? 6 തവണ IELTS എഴുതി തോറ്റുപോയതാണ്. 2 വർഷമായെന്ന് തോന്നി എഴുതാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ 2 വർഷമായിട്ടും എഴുതി തോറ്റുപോയി. അപ്പം അതുകൊണ്ട് പിന്നെ ആരോ ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ആ സാക്ഷ്യം കേട്ടിട്ട് അനന്ത് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒറ്റ മാസത്തിനുള്ളിൽ IELTS പാസ്സായി വിസ പ്രോസസ്സ് ചെയ്ത് ഒരു മാസം നമുക്ക് ലൈറ്റ്നിങ് സ്പീഡാണ് വന്നത്. പിന്നീട് ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം, അനന്തുവിൻ്റെ സാക്ഷ്യം. ഈ സാക്ഷ്യം അപ്പം ഞാൻ നോക്കി, എന്തുകൊണ്ട് ഇത്രയും 6 IELTS എഴുതിയിട്ട് തോറ്റ ആൾ ഇത്രയും ലാഗിങ് വന്നിട്ട് എങ്ങനെയാണ് ഈ ഒറ്റ മാസം കൊണ്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയെന്ന്. ഷാർപ്പ് ലൈറ്റ്നിങ് അല്ലേ, ലൈറ്റ്നിങ് സ്പീഡ് വന്നു. ഉടമ്പടി ശരിക്കും സ്പീഡിൻ്റെ ഒരു പ്രോജക്റ്റാണ്. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞ് ഉടനെ സ്പീഡ് ഉണ്ടാകത്തില്ല. സ്പീഡാക്കണം നമ്മളാണ്. അപ്പം ഞാൻ നോക്കിയ സാക്ഷ്യത്തിൽ അനന്തു എന്നാ ചെയ്തതെന്ന് നോക്കി. അപ്പോൾ അനന്തു ഇടുക്കിക്കാരനാണ്. പക്ഷേ പുള്ളിക്കാരൻ കൃപാസനം പത്രവും ഇടുക്കി മുതൽ കാഞ്ഞിരപ്പള്ളി വരെ കൊണ്ടേ കൊടുക്കുക. മനസ്സിലായില്ലേ? വ്യത്യാസം കണ്ടില്ലേ? അതാണ് വിഷയം. അപ്പോൾ ദൈവം നോക്കണത് ഈ സത്യസന്ധതയാണ്. നീ കാത്തലിക്കാണ്, CSI ആണ്, നോൺ ക്രിസ്ത്യനാണ് എന്നല്ല നോക്കണത്. സത്യം നീ ദൈവത്തിരുസന്നിധിയിൽ എങ്ങനെ വ്യാപരിച്ചു, സത്യത്തിൽ വ്യാപരിക്കണം.
ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സത്യത്തിലും വിശുദ്ധിയിലുമാണ് വ്യാപരിക്കേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. സക്കറിയ പ്രവചനങ്ങൾ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 70 മുതലുള്ള തിരുവചനങ്ങൾ. ലുക്ക 1-ാം അധ്യായം 70 മുതലുള്ള തിരുവചനങ്ങൾ. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഉടമ്പടിയിൽ വരേണ്ട ശുശ്രൂഷ സക്കറിയ പ്രവാചകൻ സ്നാപക യോഹന്നാൻ്റെ അപ്പനാണിത് പറയണത്. ഉടമ്പടി അനുസരിച്ച് വരേണ്ട ശുശ്രൂഷ വിശുദ്ധിയിലും നീതിയിലുമാണ്. റീഡ് ഇറ്റ് അഗൈൻ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി. ഒന്ന് പറഞ്ഞേ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പോൾ whether you are Christian or a non-Christian, that doesn't make anything in the concept of ഉടമ്പടി covenant. അവിടെ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മതി. എബിലിറ്റി ടു ഇൻവെസ്റ്റ്. അവിടെ നിങ്ങളുടെ വിശ്വാസം നിക്ഷേപിക്കാനുള്ള കഴിവ്, നിക്ഷേപക്ഷമത എന്താണ്? അതിൽ 2 കണ്ടൻറ്റ് ബേസിക് ഉണ്ട്. എന്താണ്? ഒന്ന്, വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിയിലാണ് ഇത് ചെയ്യേണ്ടത്. വിശുദ്ധി എന്ന് പറയുമ്പോൾ ശാരീരിക വിശുദ്ധി മാത്രമല്ല, മാനസിക വിശുദ്ധിയുണ്ട്, ആത്മീയ വിശുദ്ധിയുണ്ട്. ഇപ്പം ശെമയോൻ ആദിമസഭയിലെ ശെമയോൻ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ശെമയോൻ പണം കൊടുത്തിട്ട് ഈ കഴിവ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി, എനിക്ക് തരാൻ വേണ്ടി ശെമയോൻ പത്രോസിനോട് യാചിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൽ സഭയിൽ പ്രവർത്തിക്കുന്ന കഴിവുകളെ, കൃപകളെ നമുക്ക് വേണമെങ്കിൽ പണം കൊടുത്ത് അടിച്ചു മാറ്റാം എന്ന് ധരിക്കുന്ന ആൾക്കാർ ഇന്നല്ല, പണ്ടുകൊണ്ടായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:18. അപ്പോസ്തല പ്രവർത്തനം 8:18. അപ്പോസ്തലന്മാരുടെ കൈവയ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതാണ് പ്രശ്നം. ഉടമ്പടി എടുത്താൽ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് മറ്റുള്ളവർ സാക്ഷ്യം പറയണ പോലെ പറയാവുന്ന നിങ്ങൾ വിദ്യാധാരണ ഉണ്ടാക്കരുത്. കാരണം ഈ കണ്ടീഷൻ വെരിഫൈ ചെയ്യണം. എന്താ ഇപ്പം ശെമയോന് സംഭവിച്ചിരിക്കണത്?
നീ പറയണത് ആലപ്പുഴ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു, അതനുസരിച്ചിട്ട് സ്പിരിച്വൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ലക്ഷ്യം ശിമയോൻ എന്താ ഉദ്ദേശിക്കുന്നത്? ശിമയോന് ഭൗതിക അയാൾ നേരത്തെ മന്ത്രവാദം ചെയ്തിരുന്ന ആളാണ്. മന്ത്രവാദം പണി കൊണ്ട് കുറേ കാശുണ്ടാക്കിയിരുന്നത്. ഈ ഉടമ്പടി കൊണ്ട് നിങ്ങളോ ഞങ്ങളോ ഇതുപോലെ ഭൗതിക നേട്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അത് വരാൻ വിഷയം എന്താണ്? അവസാനം പറഞ്ഞ വാക്കെന്താ? അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതാണ് അസസ്മെന്റ് എന്ന് പറയണത്. എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം ദൈവ തിരുസന്നിധിയിൽ ശുദ്ധമല്ല. അതുകൊണ്ടാണ് സക്കറിയ പ്രവാചകൻ പറയണത്, എന്താ പറയണത്? നിന്റെ മുമ്പാകെ വിശുദ്ധിയിലും, തമ്മിൽ കിണ്ടക്കണ ആ വേട്, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ ഇപ്പം ഉടമ്പടി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ്, അല്ലാതെ പ്രാർത്ഥിക്കുകയല്ല. ഉടമ്പടി ചെയ്ത വ്യക്തികൾ പിന്നെ എന്താ ചെയ്യണത്? ശുശ്രൂഷയാണ് ചെയ്യണത്. ശുശ്രൂഷ എവിടെയാണ് ചെയ്യണത്? നിങ്ങളുടെ നാട്ടിലാണ്, നിങ്ങളുടെ വീട്ടിലാണെന്ന് പറയരുത്. ആടെ ശുശ്രൂഷ നമ്മൾ ചെയ്യണത് വീട്ടിലായാലും നാട്ടിലായാലും അടുക്കളയിലായാലും അരങ്ങത്തായാലും ചെയ്യണത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ തൻ്റെ മുമ്പിൽ പറഞ്ഞ് വായിച്ചോളൂ. പരിശുദ്ധിയിലും നീതിയിലും. അതാണ് തൻ്റെ മുമ്പിൽ പറഞ്ഞ്, പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പൊ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവ തിരുസന്നിധിയിൽ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുക. അപ്പം നിങ്ങളോട് ചെയ്യണം, നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തത്? അപ്പോൾ നിങ്ങൾ ഉടനെ ചാടിക്കരപ്പോൾ എഴുതുക IELTS പാസ്സായെന്ന് പറയരുത്. അപ്പം തന്നെ IELTS നോക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ദൈവിക ലക്ഷ്യത്തിനാണ് ആദ്യം അടിവരയിടേണ്ടത്. എന്തിനാണ് ഉടമ്പടി എടുത്തത്? അത് മകളെ കെട്ടിക്കാനാണ്, അപ്പോഴും പോയി. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? വസ്തു വയ്ക്കാനാണ്, അപ്പോഴും പോയി. എന്തിനാണ് ഉടമ്പടി എടുത്തത്? എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പറഞ്ഞേ, എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ. ഈ ഒരു ഒറ്റ ഉത്തരമാണ് കറക്റ്റ്. അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മളെ ഉടമ്പടി ഇന്നു മുതൽ ചെയ്യണ കാര്യങ്ങൾ പരിശുദ്ധിയിലാണോ നീതിയിലാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ നല്ല ശരിക്കും ഇങ്ങോട്ട് ടൈം ഷോർട്ടേജ് ചെയ്യണ സംഭവം. കാര്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത് ടൈം ഷോർട്ടണിങ് ആണ്. ഈ ടൈം ഷോർട്ടണിങ് സംഭവിക്കണത് എങ്ങനെയാണെന്നറിയാവോ? പ്രസൻസ് ഫീൽ ചെയ്യുമ്പോഴാണ്. വേറെ ഒരു പാക്കേജും ഇല്ലാത്ത പരിശുദ്ധ കുർബാന ഒഴിച്ച് വേറെ ഒരു കവനൻറ്റിനും അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കും ദൈവം വാഗ്ദാനം പ്രസൻസ് തന്നിട്ടില്ല. ഒരു പ്രസൻസ് ഉള്ളത് 18-20 18-20 ആ 18-20 ഉള്ള പ്രസൻസ് കവനൻ്റൽ പ്രസൻസാണ്. മത്തായി 18-20 എടുത്തേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 18:20 എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ കണ്ടീഷനിലാണ് ആ പ്രസൻസ്. എന്താ മത്തായി 18:20 എന്താ പറയണത്? എന്തെന്നാൽ 1-2 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അത് വാഗ്ദാനമാണ്. ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് വാഗ്ദാനമാണ്. പക്ഷേ എവിടെയാണ് അവിടുത്തെ പ്രശ്നം? എൻ്റെ നാമത്തിലാണ് അവിടെ വിഷയം. നമുക്ക് വെറുതെ ഒരുമിച്ച് കൂടിയിട്ട് കാര്യമില്ല. വെറുതെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അയൽക്കൂട്ടത്തിൽ കൂടുന്ന പോലെ ഇരിക്കും. അതാണ് നമ്മുടെ സംഭവം. വെറുതെ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉടമ്പടി ചെയ്യുന്നത് പോകുന്നവർ നാട്ടിലുള്ളവരെ ഒരുമിച്ച് കുറേ പേരുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കി അവിടെ അഖണ്ഡ ജപമാല പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ പ്രസൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഒത്തിരി പേര് എല്ലാ രാജ്യങ്ങളും തന്നെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. നമ്മളവിടെയൊക്കെ വീഡിയോ
അവർ പ്രാർത്ഥന ഇവിടെ അഖണ്ഡ ജപമാല നടത്തുന്ന വീഡിയോ അവരയച്ചു തന്നിട്ട് നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങൾക്കത് ചെയ്യാം. അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കവനൻ്റിലായിരിക്കുന്നവർ, ഉടമ്പടിയിലായിരിക്കുന്നവർ, ദൈവവുമായിട്ട് കരാറിലായിരിക്കുന്നവർ ഇവിടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ, അതാണ് അവർ പറയുന്നത്, എൻ്റെ നാമത്തിൽ ഈശോ പറയുന്നുണ്ട്. എൻ്റെ നാമത്തിൽ ആണ് നമ്മൾ കൂടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. എൻ്റെ മുമ്പിലെന്ന് പറഞ്ഞ കാര്യം അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി. അപ്പം നീതി, വിശുദ്ധി എല്ലാം നമ്മൾ ആന്തരിക ശോധന ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ നീതിയിലാണ് ഈ സംഭവം ചെയ്യണത്, സത്യത്തിലാണോ? കാര്യം സത്യവും എന്ന് പറയുമ്പോഴേ സുവിശേഷ വിഹിതമായ സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞ കാത്തലിക്സ് ആണെങ്കിൽ നിങ്ങളെ കുമ്പസാരിച്ചിട്ട് ചെയ്യണം. നോൺ കാത്തലിക്സ് അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ആത്മാവിൻ്റെ വിശുദ്ധി ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. അതുകൊണ്ട് ഈ കാര്യം ഇത് സ്പീഡപ്പാകാൻ വേണ്ടി അങ്ങനെ പറയണത്. നിർഭാഗ്യവശാൽ ഈ അച്ഛനെ കാണാൻ വരുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവർ പോലും ഉന്തിത്തള്ളി കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ കൃപാസനത്തിൽ ഈ കലവര് പോലും കയറ്റാൻ പറ്റാത്ത ആൾക്കാരെയാണ്. ഞാൻ ഇന്നലെ കുറേ അതിനെ പിടിച്ചു. ഞാൻ പറഞ്ഞു അവിടെ നിപ്പ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് പിശാചാണല്ലോ. ഞാൻ പറഞ്ഞു നീ ഉടമ്പടിയുടെ എന്നാ ബന്ധം? ഒരു ബന്ധവുമില്ല. അമ്മയെടുത്ത് ഞാൻ പറഞ്ഞ് സാധനത്തിനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ ഉടമ്പെടുത്ത് നിങ്ങൾ ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെയും കൊണ്ടുവരണത് അവരെ കുമ്പസാരിപ്പിച്ചിട്ട് കുർബാന സ്വീകരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ആണ് കൊണ്ടുവരേണ്ടത്. ചുമ്മാ ഉറങ്ങിക്കിടക്കണതിനെ വെളുപ്പിനെ വലിച്ചു നേപ്പിച്ചിട്ട് അവിടെ കിടന്ന് ഇടി, പന്നിയെ കപ്പലിൽ കയറുന്ന പോലെ അമ്മയും മകളും നമ്മൾ ഇടിയാണ്. ഞാൻ ഒരു കണക്ക് ഇവിടെ വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രവേശിച്ച് ചെയ്യും. അങ്ങനെ കൊണ്ടുവന്നൊരു കഥയില്ല. ഒന്നാമത്തെ ഇതിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഈ സ്റ്റഫിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, പിന്നെ നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി. കാര്യം ഇതിൻ്റെ തല കവിഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ളവർ, അമ്മമാർ, അവർ മക്കളുടെ ആധ്യാത്മികത സംശയമുള്ള അമ്മമാർ ഇവിടെ കൂടെ വന്നിട്ട് അവരുടെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. കൂടെ ഒരാളുകൾ നിന്ന് പ്രെയർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, പ്രെയർ സപ്പോർട്ട് ചെയ്യും. കാര്യം ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായിട്ട് വരുന്ന വിഷയമാണ്. നമ്മൾ ഇപ്പോൾ അനന്തു എന്താ ചെയ്തത്? ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയും തമ്മിൽ എന്നാ ദൂരമാണ്, 2 ജില്ലയല്ലേ. എന്നിട്ട് ഇത്രയും ദൂരെ പോയിട്ട് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്, ദൂരെ വരെ പോയിട്ട് അത് സത്യത്തിലാണ് ചെയ്യണത്, സത്യത്തിലും സ്നേഹത്തിലുമാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിന് സത്യമാണെന്ന് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയോ വഴക്ക് പറയുകയോ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളത് കുറച്ചുകൂടി ക്ലിയറായിട്ടാണ് ഈ സംഭവം സത്യത്തോടെയാണ്, സ്നേഹത്തോടെയാണ്, നീതിയോടെയാണ്, വിശുദ്ധിയോടെയാണ് ചെയ്യണമെങ്കിലേ ഇത്രയും പുതുക്കേണ്ട ഒരു കാര്യമില്ല. ആദ്യമേ വർക്കൗട്ട് ചെയ്യും. അതെന്താ ഞാനങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേൽ ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാകും. ബൈബിളിലുള്ള സംശയങ്ങളെ നമുക്കുണ്ടാകത്തുള്ളൂ, പുതിയ സംശയങ്ങളൊന്നുമില്ല. ഇപ്പം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. പ്രസൻസിനെ കുറിച്ച് സംശയം ഉണ്ടായപ്പോഴും ഉടമ്പടി എടുത്തു, പക്ഷേ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാകും. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും. ചിലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ചിലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഒരു ഇന്നർ കൂൾനെസ് അങ്ങോട്ട് വരും. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയണത്. ഭയങ്കര പ്രശ്നത്തിലായിരിക്കും വരണത്, പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ വാഗ്ദാന പേടകത്തിൽ കൊണ്ടുവന്ന് കരാറ് ഉടമ്പടി പ്രമാണം നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഒരു ഇന്നർ കൂൾനെസ് അവർ ഫീൽ ചെയ്യും. 2 സാക്ഷി ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ട്, ഒറ്റ ദിവസം ഉണ്ടായിരുന്നതാണ്. ഒരു ആന്തരികമായ ഒരു തണുപ്പ്, എന്നിട്ട് എല്ലാം ശരിയാകും എന്നുള്ള ഒരു ആന്തരിക ബോധ്യം ആരോ ഉള്ളിലിരുന്ന് പറയണ പോലെ. അത് അത്ര സാക്ഷികൾ ഉടമ്പടിക്ക് മാത്രമേ ഉള്ളൂ. ആരോ ഉള്ളിൽ നിന്ന് പറയുന്നു, ആരോ നമ്മുടെ കൂടെ വരുന്നുവെന്ന് തോന്നണം, ആരോ നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നണം. അങ്ങനെ പ്രസൻസ് ഫീലിംഗ്